ആരോഗ്യമന്ത്രി കെ ശൈലജ സംസാരിക്കുന്നു. തത്സമയം 3,57,00,000 രൂപ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വിഹിതമായി സെൻട്രൽ ഗവൺമെൻറ് മുഖാന്തരം ഇൻഷുറൻസ് കമ്പനിയെ ഏൽപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിഹിതം കൂടി ജൂൺ ആദ്യവാരം ഇതിൽ വന്നു ചേരും എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അറിയിപ്പ്. ആദ്യ ഘട്ടത്തിൽ 1,00,000 പേരെ ഇതിനു വേണ്ടി തിരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് പദ്ധതി ആരംഭിച്ചു കഴിഞ്ഞാൽ കൂടുതൽ പേരിലേക്ക് ഈ പദ്ധതി വ്യാപിപ്പിക്കാൻ സാധിക്കും. ഒന്നാം ഘട്ടത്തിൽ 1,00,000 പേർക്ക് ഇൻഷുറൻസ് പദ്ധതി ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് 3,57,00,000 രൂപ ഇപ്പോൾ അടച്ചിട്ടുള്ളത്. ആ പദ്ധതിയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനവും ഇതിൻ്റെ കൂടെ മൊത്തത്തിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നതോടൊപ്പം നടത്തപ്പെടുകയാണ്. പിന്നീടൊരു പദ്ധതി ഉള്ളത് പ്രിവെൻറ്റീവ് വാക്സിനേഷന് സഹായിക്കുക എന്നുള്ളതാണ്. ആരോഗ്യവകുപ്പുമായി ഇതിൽ മിക്ക പദ്ധതികളും ആരോഗ്യവകുപ്പുമായി കൂടി ചേർന്നുകൊണ്ടാണ് സാമൂഹ്യ സുരക്ഷാ മിഷനും സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റും നടപ്പിലാക്കുന്നത്. പ്രിവെൻറ്റീവ് വാക്സിനേഷന് വേണ്ടി പ്രധാനമായിട്ടും ഈ കഞ്ചനിറ്റൽ ഡിസീസസ് ഉണ്ടാക്കുന്ന അസുഖങ്ങൾ മാറ്റാൻ റുബെല്ല വാക്സിനേഷന് പ്രധാനമായി നമ്മളും കൂടി സഹായിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. പല ഡിസബിലിറ്റിയും ജന്മന ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന ഡിസബിലിറ്റി ഭിന്നശേഷി മിക്കതും ചില പ്രത്യേക കാരണങ്ങളാലാണ്. അത് തടയാൻ ചില പ്രിവെൻറ്റീവ് വാക്സിനേഷന് കഴിയും, പ്രതിരോധ കുത്തിവയ്പ്പിന് കഴിയും എന്നതിനാൽ അതിന് സാമൂഹ്യ സുരക്ഷാ മിഷൻ SIDയുടെ കൂടി സഹായത്തോടു കൂടി ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നടത്തുകയാണ്. അതിന് 7 കോടി രൂപ ഇതിനു വേണ്ടി സാമൂഹ്യ സുരക്ഷാ മിഷനിൽ നിന്ന് മാറ്റിവെക്കുകയാണ്. അതോടൊപ്പം മൊബൈൽ ഇൻ്റർവെൻഷൻ യൂണിറ്റുകൾ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്. അതിന് 4,91,00,000 രൂപയുടെ AS ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ജൂലൈ 1-ാം വാരത്തോടു കൂടി ഇവ പ്രവർത്തനം ആരംഭിക്കും. 25 മൊബൈൽ ഇൻ്റർവെൻഷൻ യൂണിറ്റുകൾ ആരംഭിക്കുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ മറ്റ് കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട്. നാഷണൽ ഹെൽത്ത് മിഷൻ്റെ കൂടി സഹായത്തോടു കൂടിയാണ് മൊബൈൽ ഇൻ്റർവെൻഷൻ യൂണിറ്റുകൾ. അതിനകത്ത് ഫിസിയോതെറാപ്പിസ്റ്റ് അടക്കമുള്ള ആവശ്യമുള്ള സ്റ്റാഫ് എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് 25 വാഹനങ്ങൾ 6 വികസന ബ്ലോക്കിന് 1 എന്നുള്ള നിലയിൽ സഞ്ചരിക്കുന്നതിന് വേണ്ടി എല്ലാ പ്ലാനും ആയിട്ടുണ്ട്. അതിനാവശ്യമായിട്ടാണ് ഈ 4,91,00,000 രൂപ വകയിരുത്തിയിരിക്കുന്നത്. അതിൻ്റെ പ്രവർത്തനം ജൂലൈ 1-ാം വാരത്തോടു കൂടി വളരെ പെട്ടെന്ന് തന്നെ ഡിസബിലിറ്റി കണ്ടുപിടിച്ച് ആവശ്യമായിട്ടുള്ള ചികിത്സ കൊടുക്കുന്നതിനാവശ്യമായ സംരംഭമെല്ലാം ഈ മൊബൈൽ ഇൻ്റർവെൻഷൻ യൂണിറ്റിനകത്ത് ഉണ്ടാകും. ഏതെങ്കിലും ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യണമെങ്കിൽ അതിനുള്ള സംവിധാനമൊക്കെ മൊബൈൽ ഇൻ്റർവെൻഷൻ യൂണിറ്റിലുണ്ടാകും. മറ്റൊരു കാര്യം, നാഷണൽ സെമിനാർ ഓൺ ഡിസബിലിറ്റീസ്, ഒരു ദേശീയ സെമിനാർ ഇത് നടത്തുന്നതിന് വേണ്ടി ഉദ്ദേശിച്ചിരിക്കുകയാണ്. പല വിഭാഗത്തിലുള്ള ആളുകളെ, ഫാക്കൽറ്റികളൊക്കെ ക്ഷണിച്ചു വരുത്തിക്കൊണ്ട് നല്ല ഈ മേഖലയിൽ പരിജ്ഞാനമുള്ള ആളുകളെല്ലാം വിളിച്ചുകൊണ്ട് ഒരാശയ കൈമാറ്റം, ആ രീതിയിൽ നമുക്ക് വേറെന്തെങ്കിലും ചെയ്യാനുള്ള പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാനുള്ള ഒരു മുന്നൊരുക്കം, അതിനെല്ലാം സാധിക്കും വിധം ഒരു നാഷണൽ സെമിനാർ നടത്താൻ ആഗ്രഹിച്ചിട്ടുണ്ട്. 25 ലക്ഷം രൂപ ഈ സെമിനാറിന് വേണ്ടി ഇപ്പോൾ വകയിരുത്തിയിട്ടുണ്ട്. ഡിസംബറോടുകൂടി അതിൻ്റെ ബാക്കി മുന്നൊരുക്കങ്ങളെല്ലാം നടത്തേണ്ടതായിട്ടുണ്ട്. ഡിസംബർ മാസത്തോടുകൂടി ശ്രദ്ധ ആകർഷിക്കുന്ന, നമുക്ക് ധാരാളം അറിവുകൾ പകർന്നു കിട്ടുന്ന ഒരു ദേശീയ സെമിനാർ നടത്താൻ കഴിയും. അതിനാണ് 25 ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് ഇനീഷ്യേറ്റീവ് ഓൺ റിഹാബിലിറ്റേഷൻ അനിയാത്രിയുടെ മറ്റൊരു ഘടകമാണ്. അത് പ്രധാനമായും മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ചിട്ടാണ്. പൈലറ്റ് പ്രോജക്റ്റ് എന്നുള്ള നിലയിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ എടുക്കുകയാണ്. മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളെ നേരത്തെ തന്നെ ഈ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളോട് എന്തായിരിക്കണം സമീപനം, എങ്ങനെയായിരിക്കണം പെരുമാറ്റം, എങ്ങനെയാണ് അവരെ സഹായിക്കാൻ സാധിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഊന്നിക്കൊണ്ട് അവർക്ക് ട്രെയിനിങ് നൽകി അവർക്കൊരു 10 വീടിന് ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ചാർജ് കൊടുത്തുകൊണ്ട് ഗൃഹസന്ദർശനമടക്കം നടത്തി അവിടെ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്കുള്ള സഹായം കൊടുക്കുന്നതിന് പ്രാപ്തരാക്കുക. ഈ പദ്ധതി വിജയിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഇതുപോലെ ചാർജ് കൊടുത്തുകൊണ്ട്, ഉത്തരവാദിത്വം കൊടുത്തുകൊണ്ട് ഒരുപാട് കുട്ടികളെ സഹായിക്കുന്നതിന് നമുക്ക് സാധിക്കും. അത് വലിയ അളവിൽ വീട്ടിൽ ചെന്ന് നോക്കുന്നു, അവരുമായിട്ട് ബന്ധപ്പെടുന്നു എന്ന് കാണുമ്പോൾ കിട്ടുന്ന അനൽപമായിട്ടുള്ള ആശ്വാസമുണ്ട്. അതുകൊണ്ട് അവരുടെ കൂടെ എന്നുള്ള അർത്ഥത്തിൽ അവരുടെ കൂടെ നടക്കാൻ പുതിയ തലമുറയെ പ്രേരിപ്പിക്കുക, വാക്കിംഗ് ടുഗദർ അനിയാത്രിയുടെ പേര് പോലെ തന്നെ അവരുടെ കൂടെ നിൽക്കാൻ സഹായിക്കുക, അതിനെ മാനസികമായിട്ട് പുതിയ തലമുറയെ ഒരുക്കുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് സ്റ്റുഡൻറ്റ് ഇനീഷ്യേറ്റീവ് ഓൺ റിഹാബിലിറ്റേഷൻ അതിൻ്റെ പൈലറ്റ് പ്രോജക്റ്റ് ആലപ്പുഴയിൽ ആരംഭിക്കുന്നത്.
പിന്നെ മറ്റൊന്ന് ഏർലി ഇൻ്റർവെൻഷനാണ്. നേരത്തെ തന്നെ ഏർലി ഇൻ്റർവെൻഷൻ സെൻറ്ററുകളെക്കുറിച്ച്, ഏർലി ഡിറ്റക്ഷൻ സെൻറ്ററുകളെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇപ്പോൾ മൊബൈൽ ഇൻ്റർവെൻഷൻ യൂണിറ്റ് ഉണ്ട്. അതിൻ്റെ എല്ലാം കൂടെ തന്നെ ട്രൈബൽ മേഖലയ്ക്ക് പ്രത്യേക ഊന്നൽ കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. 38 ലക്ഷം രൂപയാണ് ഈ പ്രത്യേക പദ്ധതിക്ക് വേണ്ടി നീക്കിവെച്ചത്. അട്ടപ്പാടിയിലും മാനന്തവാടിയിലുമാണ്, വയനാട്ടിലും ആണ്, പാലക്കാട് വയനാട് ജില്ലകളിലെ അട്ടപ്പാടിയിലും മാനന്തവാടിയിലുമാണ് ആദ്യം ആരംഭിക്കുന്നത്. തൊട്ടടുത്തായി കണ്ണൂർ ജില്ലയിലെ ആറളം ഫാമിലും തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റുമായി കൂടി സഹകരിച്ചുകൊണ്ട് ഈ മേഖലയിലെ ട്രൈബൽ മേഖലയിലെ കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ്. തുടക്കത്തിൽ തന്നെ ഡിസബിലിറ്റി കണ്ടുപിടിക്കാൻ അവർക്കായിട്ടുള്ളൊരു പ്രത്യേക പദ്ധതിയാണ് ഈ ട്രൈബൽ ഏർലി ഇൻ്റർവെൻഷൻ പ്രോജക്റ്റ്. അതിനുവേണ്ടി 38 ലക്ഷം രൂപ നീക്കിവെച്ചിട്ടുണ്ട്. മറ്റൊന്ന് വെർച്വൽ റിഹാബിലിറ്റേഷൻ യൂണിറ്റ് ഇൻ 20 സെൻറ്റേഴ്സാണ്. ഇപ്പോൾ നിലവിലുള്ള റിഹാബിലിറ്റേഷൻ സെൻറ്ററുകളിൽ കൂടുതൽ ആധുനികവൽക്കരിക്കുക അതിനെ എന്നുള്ളതാണ്. കാസർഗോഡ് പെരിയയിലൊക്കെ ചെയ്തിട്ടുള്ളത് പോലെ നമ്മുടെ സംസ്ഥാനത്തെ മറ്റു ചില യൂണിറ്റുകളിലും വെർച്വൽ റിഹാബിലിറ്റേഷൻ യൂണിറ്റായിട്ട് മാറ്റുക. ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ചലനം, അവരുടെ ശ്രദ്ധ ഇതെല്ലാം ക്രമീകരിക്കുന്നതിന് ചിലപ്പോൾ റിമോട്ട് കൺട്രോളടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള ചില റിമോട്ട് സെൻസർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടി കുറച്ചും കൂടി നല്ല രീതിയിലുള്ള ട്രെയിനിങ് കൊടുക്കുന്നതിന് പ്രാപ്തമാക്കുക.